ലോകത്തെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള രാഷ്ട്രമായിട്ടാണ്, പട്ടിണിപ്പാവങ്ങളുടെ രാഷ്ട്രമായിട്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കൈകളിലേക്ക് ഈ രാഷ്ട്രം വന്നു ചേരുന്നത്. ഇതിനൊരു ഭാവിയില്ല എന്ന് ബ്രിട്ടീഷുകാർ തന്നെ പ്രവചിച്ചിരുന്നു. തമ്മിൽ തല്ലി പിരിഞ്ഞു പോകുമെന്ന് പ്രവചിച്ചിരുന്നു. ആ പ്രവചനങ്ങളെ മുഴുവൻ അസ്ഥാനത്താക്കിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ ഈ രാജ്യത്തെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓരോ ഘട്ടത്തിലും ചരിത്രത്തിന്റെ താളുകളിലേക്ക് പുറംതിരിഞ്ഞു നോക്കുന്ന സമയത്ത് കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതാത് കാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ തിരുത്തിയിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള അപഭ്രംശങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല, എവിടെയും ന്യായീകരിച്ചിട്ടില്ല. ആ തള്ളിപ്പറയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, ഔന്നത്യമുണ്ടല്ലോ, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. അതിന്റെ പേരാണ് ജനാധിപത്യം. അഭിപ്രായ വ്യത്യാസമുള്ളവനും ആ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ടായി. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങൾ നോക്കൂ. തൊട്ടപ്പുറത്ത് നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്തും ഈ അവസ്ഥയില്ല. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷക്കാലം ഈ രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും പുലർന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവന.